പീരുമേട് ഏലപ്പാറ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കേരളത്തിലെ ആരോഗ്യമേഖലയുടെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പീരുമേട് ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ താലൂക്ക് ആശുപത്രിക്ക് 500 മീറ്റർ അകലെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് ഉപയോഗിക്കാതെ പോലീസ് വഴിയിൽ നിന്നത് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്ന് ബിന്ദു മരണപ്പെടാൻ ഇടയാക്കിയതും മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളും എത്തുന്ന രോഗികൾക്ക് മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കുവാൻ കഴിയാത്തതും ആരോഗ്യ വകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും പീരുമേട് താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യത്തിന് ഡോക്ടർമാരെയും മരുന്നും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആശുപത്രികൾ ഇത് തന്നെയാണ് ഗതി. പഞ്ഞി മുതൽ കൊണ്ടുചെല്ലേണ്ട അവസ്ഥയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് എഴുതി തരിക, ഇത് വല്ലതും വാങ്ങിച്ചുകൊണ്ട് വന്നാൽ വല്ല ചികിത്സ നടത്താം. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ട്രിപ്പ് ഇടുന്ന അതിനുള്ള ട്യൂബ്, ആ ട്യൂബ് പിന്നെ ട്രിപ്പിട്ട് പോയി കഴിയുമ്പോൾ രോഗിയോട് പറയാം ഇത് കഴുകി വെച്ചോണം, അടുത്ത ദിവസം വരുമ്പോൾ ഇതും കൂടെ കൊണ്ടുവരണമെന്ന്. ഞാൻ ചാനലിൽ രോഗി പറയുന്നത് കേട്ടില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിന്റെ നമ്മുടെ സർക്കാർ ആശുപത്രികളെ മാറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സർക്കാർ? ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് അധ്യക്ഷനായിരുന്നു. ഇബ്രാഹിം കുട്ടി കല്ലാർ, ജോർജ് ജോസഫ് പടവൻ, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, PK ചന്ദ്രശേഖരൻ, ഷാജി പൈനടത്ത്, അബ്ദുൾ റഷീദ്, R ഗണേശൻ, അരുൺ പൊടിവാറ, ഷാഹുൽ ഹമീദ്, PR അയ്യപ്പൻ, രാജു കുടമാളൂർ, ജോർജ് കൂറുംപുറം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.